വർക്കിച്ചായനും മേരിയമ്മയ്ക്കും 4 മക്കളാകുന്നു. 3 പേർ അങ്ങ് ദൂരെ അമേരിക്കയിലാണ്. ഇളയ മകൻ തോമസ് കുട്ടി മാത്രമാണ് ഇപ്പോൾ അവരുടെ കൂടെ ഉള്ളത്. തോമസ് കുട്ടിയാണെങ്കിലും മുഴുവൻ സമയവും മദ്യപാനവും തമ്മിത്തല്ലുമൊക്കെയാണ്. എങ്കിലും വർക്കിച്ചായനും തോമസ് കുട്ടിയോടാണ് മറ്റു മക്കളെക്കാൾ കൂടുതൽ സ്നേഹവും കാര്യവുമുള്ളത്. തങ്ങളെ നോക്കാൻ വീട്ടിൽ മക്കളിൽ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നതാണ് ആ സ്നേഹത്തിന്റെ കാര്യം. ഏത് കേസിൽപ്പെട്ടാലും ചീത്ത വിളിച്ചാലും തെറി വിളിച്ചാലും അപ്പൻ തന്നെ ഇറക്കിക്കൊണ്ടുവരുമെന്ന് ഒരു ആത്മവിശ്വാസവും തോമസ് കുട്ടിക്കുമുണ്ട്. ഉപദേശിമാരെ കണ്ടാൽ, പ്രത്യേകിച്ച് തന്നോട് ഉപദേശം പറയാൻ ആരെങ്കിലും ഒന്ന് തയ്യാറായാൽ അവരെ തല്ലുന്ന ഒരു സ്വഭാവം തോമസ് കുട്ടിക്കുണ്ട്. അങ്ങനെ കാലം കുറച്ച് കടന്നുപോയി. ഒരിക്കൽ കൊച്ചുകുഞ്ഞെന്ന ഒരു ഉപദേശി അവരുടെ ഗ്രാമത്തിൽ എത്തിപ്പെടുവാൻ ഇടയായിത്തീർന്നു. താൻ ആ ദേശനിവാസികളോട് സുവിശേഷം പറയാൻ ആരംഭിച്ചു. ഉപദേശിയുടെ കൂടെ കൈക്കാരനായിട്ട് ആ നാട്ടുകാരനായ പൗലോസ് ഉണ്ടായിരുന്നു. ഉപദേശി, നമുക്കിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ പോകണ്ടേ? പോകണമെന്നോ? എടോ, എന്റെ ജീവിതം തന്നെ സുവിശേഷമല്ലടോ. ഇന്ന് നമുക്ക് കവലയിൽ തന്നെ പ്രസംഗിക്കാം. പ്രത്യേകിച്ച് കള്ളുഷാപ്പിന്റെ വലതുവശത്ത് നിൽക്കാം. ഉപദേശി, അത് അവിടെ തന്നെ അത് വേണോ? എന്താ? മദ്യപാനികൾ അത് കേട്ട് മാനസാന്തരപ്പെടുമടോ. ഞാൻ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. ആളുകൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? അല്ല ഉപദേശി, തോമസ് കുട്ടിയുടെ മുമ്പിൽപ്പെട്ടാൻ അവൻ തല്ലും. അവന്റെ തല്ലുകൊണ്ട് ഓടാതിരിക്കാൻ പറഞ്ഞതാ. പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയ കർത്താവ് കൂടെ ഇല്ലടോ. നമുക്ക് പോകാം. എന്നാലും ഉപദേശി, എനിക്കൊരു ഭയം. പിള്ളേർ 5 താൻ വാടോ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ കൊച്ചുകുഞ്ഞു ഉപദേശിയും കൈക്കാരൻ പൗലോസും പ്രാർത്ഥിച്ച് കവലയിൽ എത്തിച്ചേർന്നു. കള്ളിഷാപ്പിന്റെ വശത്ത് നിന്നുകൊണ്ട് ഉപദേശി സുവിശേഷ പ്രസംഗം ആരംഭിച്ചു. കള്ളിഷാപ്പിനകത്തിരുന്നു കൊണ്ട് തോമസ് കുട്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, സത്യസുവിശേഷം ഇതാ നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ ഇതാ മാടി വിളിക്കുന്നു. പാപികളെ നേർവഴി നടത്താൻ കർത്താവിന്റെ ദൈവസ്നേഹം നിങ്ങളുടെ മുമ്പിൽ ഇതാ വന്നിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇതേതാടായി പുതിയ അവതാരം? നാട്ടിലും കണ്ടിട്ടില്ലല്ലോ. പൗലോ കാര്യങ്ങളൊന്നും പറയാതെയാണോ ഇയാൾ ഈ കടം ചലയ്ക്കുന്നത്? ഞാൻ നോക്കട്ടെ എന്താ സംഭവം. മാനസാന്തരപ്പെടുവിൻ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പിൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവിൻ. മദ്യപാനികൾ സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയില്ല. ഉപദേശി, ഒന്ന് നിർത്തിയാട്ടെ. എന്താടോ പൗലോസേ, എന്താ പറ്റിയേ? തോമസ് കുട്ടി വരുന്നു. അവൻ നമ്മെ തല്ലും. ആരും നമ്മെ തല്ലത്തില്ലടോ. താൻ ധൈര്യമായിട്ടിരിക്കടോ പൗലോ. ആരോട് ചോദിച്ചിട്ടാണോ ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നത്? എടോ പൗലോ, താനികളോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലയോ? തോമസ് കുട്ടി, ഇത് ഞങ്ങളുടെ സഭയിലെ പുതിയ ഉപദേശിയാ. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാമേ. എന്നെ നിങ്ങൾ ഭയപ്പെടുത്തണ്ട. കർത്താവായ യേശുവിനു വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചുകുഞ്ഞു ഉപദേശി. നിന്നേക്കാൾ വലിയ തോമയെ ഞാൻ കണ്ടതാ. ഓണപ്പെട്ടോളണം, അല്ല ഞാൻ കർത്താവ് നിന്നെ ശരിപ്പെടുത്തി കളയും. എടോ തന്നെ ഞാൻ എന്റെ കൈ പൊങ്ങുന്നില്ലല്ലോടോ. എന്താ കൈ പൊങ്ങുന്നില്ലേ? എന്നെ തല്ലുന്നില്ലേ? എടോ കൈ പൊക്കിയാലല്ലോടോ തല്ലാൻ പറ്റത്തുള്ളൂ. എടോ പൗലോ, ഇയാള് വല്ല മാന്ത്രികനാണോടോ? പൊങ്ങത്തില്ല തോമസ് കുട്ടി, ഇനി ആ കൈ പൊങ്ങത്തില്ല. കർത്താവിനോട് ക്ഷമ ചോദിക്കാതെ ഇനി ആ കൈ പൊങ്ങത്തില്ല തോമസ് കുട്ടി. എടോ ഉപദേശി, ഒന്ന് പറയടോ. എന്റെ കൈ പൊങ്ങുന്നില്ലടോ. അയ്യോ, എന്റെ കൈ പൊങ്ങുന്നില്ല. അയ്യോ. തോമസ് കുട്ടി മാനസാന്തരപ്പെട്ട് നല്ലൊരു ജീവിതം നയിച്ചാൽ ഞാൻ ഇപ്പോൾ തോമസ് കുട്ടി വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് തോമസ് കുട്ടിയെ സൗഖ്യമാക്കി. അയ്യോ, ഞാൻ മാനസാന്തരപ്പെട്ടോളാമേ. ഞാൻ ഇനി കുടിക്കത്തില്ല. നീ ആരെയും തല്ലത്തുമില്ല. ഉപദേശി, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പരിശുദ്ധനായ കർത്താവേ, ഞാൻ ഈ തോമസ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് കുട്ടിയുടെ സകല പാപവും കർത്താവെ അവിടുന്ന് പുറത്ത് അങ്ങയുടെ ഒരു നല്ല പൈതലാക്കി ഈ മകനെ തീർക്കണമേ. ഒരു നിത്യമായ സമാധാനം തോമസ് കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കർത്താവെ അവിടുന്ന് അയക്കണമേ. കർത്താവെ, ഈ മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവനാശ്വാസവും സമാധാനവും കൊടുക്കണമേ. യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു.
കൃപയോടെ കേൾക്കണമേ പിതാവാം ദൈവമേ. തോമസ് ഊട്ടി, ഇപ്പൊ കൈയൊന്ന് പൊക്കിയേ. ഹാ, എന്റെ കൈ പൊങ്ങുന്നുണ്ട് ഉപദേശി, ഇപ്പൊ എന്റെ കൈ പൊങ്ങുന്നുണ്ട്. തോമസ് ഊട്ടി മാനസാന്തരപ്പെട്ട് നല്ലൊരു ജീവിതം നയിച്ചാൽ തോമസ് ഊട്ടിയെ ദൈവം അനുഗ്രഹിക്കും. പൗലോ, വാ, നമുക്കിന്ന് പോവാം, നാളെ വരാം. ഉപദേശിയുടെ സ്നേഹപൂർവ്വമുള്ള വാക്കുകളും പ്രാർത്ഥനയും തോമസ് ഊട്ടിയുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സമാധാനം ലഭിക്കാൻ കാരണമായി. വീട്ടിൽ ചെന്ന തോമസ് ഊട്ടി തന്റെ അനുഭവം ആരോടും പറഞ്ഞില്ല. അമ്മേ, മേരിയമ്മേ, മേരിയമ്മേ. എന്നതാണ് തോമസ് കുട്ടി, നേരത്തെ ഇങ്ങ് പോന്നോ? പാതിരയ്ക്കല്ലാതെ നീ വീട്ടിലെത്താറില്ലല്ലോ. മേരിയമ്മേ, എനിക്കൊരു ബൈബിള് വേണം. ബൈബിളോ? കുടിച്ചു കൂത്താടി നടക്കുന്ന നിനക്ക് എന്നത്തിനാടാ ബൈബിള്? അല്ല മേരിയമ്മേ, എനിക്കൊന്ന് വായിക്കണം. ആഹാ, നിനക്കിത് എന്നാ പറ്റിയടാ? എന്റെ ബൈബിള് മേശപ്പുറത്തിരിപ്പുണ്ട്, വായിച്ചിട്ട് തിരിച്ചു വെച്ചോണം കേട്ടോ. തോമസ് ഊട്ടി മേരിയമ്മയുടെ ബൈബിൾ എടുത്ത് വായന തുടങ്ങി. ഏറെ നേരമായിട്ടും തോമസ് ഊട്ടിയെ കാണാഞ്ഞിട്ട് മേരിയമ്മ ആ മുറിയിലേക്ക് ചെന്നു. തോമസ് ഊട്ടിയാണെങ്കിൽ മേരിയമ്മയെ ശ്രദ്ധിക്കാതെ മണിക്കൂറുകളോളം ബൈബിൾ വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തന്റെ മകന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ മേരിയമ്മ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോകും തോറും തോമസ് ഊട്ടിയുടെ ബൈബിൾ വായനയും മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തോമസ് ഊട്ടിയുടെ ഹൃദയത്തിൽ ഒരു സംശയം ഉടലെടുത്തു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നായിരുന്നു ഈ ഭാഗത്ത് എഴുതിയിരുന്നത്. ഈ വാക്യഭാഗത്തെക്കുറിച്ചുള്ള സംശയം തീർക്കുവാൻ വേണ്ടി തോമസ് ഊട്ടി നേരെ കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ അടുക്കിലേക്ക് ചെന്നു. ഇവിടെ ആരുമില്ലേ? ഉണ്ടല്ലോ. തോമസ് കുട്ടിയോ? ഉപദേശി ഉണ്ടോടോ? ആരാ പൗലോ പുറത്ത്? ഞാനാ ഉപദേശി. ഹാ, ഇതാരാ? തോമസ് ഊട്ടിയോ? വാ, അകത്തേക്ക് വാ. എന്നെ തല്ലാനൊന്നുമല്ലല്ലോ വന്നത്. അല്ല ഉപദേശി, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അന്നു മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഉപദേശി. വാ തോമസ് ഊട്ടി, തന്റെ എല്ലാ സംശയങ്ങളും ഞാൻ തീർത്തു തരാം. ദൈവമേ, പുലി പോലെ വന്നവൻ എലി പോലെ പോകുന്നത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം കാണാനും പറ്റി. കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ആത്മാർത്ഥതയോടിയ സ്നേഹവും വചനം പഠിപ്പീരുമൊക്കെയും തോമസ് ഊട്ടിയുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇടയായി തീർന്നു. തന്റെ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ഒന്നും അറിയിക്കാതെ ഉപദേശിയുടെ കൈക്കീഴ് അവൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഒരു ദൈവത്തിലായി തീർന്നു. തോമസ് ഊട്ടിയുടെ സ്നാനം കണ്ട ഏതോ ഒരു വ്യക്തി ഈ സംഭവം മുഴുവനും വർക്കിച്ചാന്റെ ചെവിയിലെത്തിച്ചു. അതെല്ലാം കേട്ട് കലിതുള്ളിയിരിക്കുന്ന അപ്പന്റെ അടുക്കിലേക്ക് തോമസ് ഊട്ടി ഒന്നും അറിയാതെ കയറി ചെന്നു. തോമസ് ഊട്ടി, നിക്കടാ അവിടെ. എന്നാ അപ്പാ? എവിടായിരുന്നടാ നീ? ഞാൻ ഒരു സ്ഥലം വരെ പോയിരുന്നപ്പാ. ആ സ്ഥലമാടാ ഞാൻ ചോദിച്ചേ. ഞാൻ ആ കൊച്ചുകുഞ്ഞുപദേശിയുടെ വീട്ടിൽ ഇരുന്ന് പോയതാപ്പാ. അറിഞ്ഞടാ, ഞാൻ അറിഞ്ഞു. നീ ചെളിവെള്ളത്തിൽ മുങ്ങി വന്നതാണെന്ന് ഞാൻ അറിഞ്ഞടാ. ഹൃദയത്തിലെ ചെളിയും കൂടി ആ വെള്ളത്തിലങ്ങ് ഒഴുകി പോയപ്പാ. മിണ്ടരുത് നീ. എനിക്ക് പള്ളിയും പട്ടക്കാരും ഉണ്ടടാ. ചത്ത കുഴിച്ചിടാൻ പള്ളിയുണ്ട്. നിനക്ക് എന്തോണ്ടടാ? ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. എന്റെ ഒരു സ്വത്തിലും നിനക്കിനി അവകാശമില്ല. എനിക്ക് നിന്നെ കാണണ്ടടാ. എനിക്ക് വേറെ ഉണ്ടടാ 3 മക്കള്. അവരെന്നെ ഇവിടെ നോക്കിക്കോളും. അപ്പാ, ഞാൻ ഇത്രയും നാളും കുടിച്ചും തല്ലും പിടിച്ചും നടന്നപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാ ഞാനിപ്പോ കുടിയൊക്കെ നിർത്തി ഒരു നല്ല മനുഷ്യനായപ്പോ നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട അല്ലേ? എന്നെ നാടൻ കെടുത്തുന്നതിലും ഭേദം എനിക്കതാടാ. ഇറങ്ങി പോടാ എന്റെ മുമ്പിൽ നിന്ന്. അച്ഛായ, അങ്ങനെ പറയല്ലേ അച്ഛാ. ഞാൻ നൊന്ത് പറ്റത് അവനെ തല്ലി പുറത്താക്കല്ലേ. അവൻ എന്ത് തെറ്റാ ചെയ്തേ? അവൻ നന്നായതിൽ നമുക്ക് സന്തോഷിച്ചുകൂടെ? നിർത്തടി. എന്നാ നീയും അവന്റെ കൂടെ അങ്ങ് ഇറങ്ങിക്കോ. വർക്കിക്ക് ജീവിക്കാൻ അറിയാടി. വേണ്ട മച്ചി, ഞാൻ ഇറങ്ങിക്കോളാം. അല്ലെങ്കിലും ഞാൻ വചനപഠനത്തിന് വേണ്ടിയിട്ട് എന്നെ സമർപ്പിച്ചേക്കുക. ഒരു ഉപദേശിയാകണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ വചനപഠനത്തിന് വേണ്ടി പോവാ അമ്മച്ചി. മോനെ തോമസ് കുട്ടി, നീ പോകല്ലേടാ. ഈ അമ്മച്ചിക്ക് സഹിക്കാൻ കഴിയില്ലടാ. സഹിക്കുന്നില്ലേ? തള്ളേ മോനും ഒരുമിച്ച് അങ്ങ് ഇറങ്ങിക്കോ. വേണ്ട അമ്മച്ചി, കയ്യിലൊന്നുമില്ലാത്ത ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഞാൻ എങ്ങനെ അമ്മച്ചിയെ പോറ്റുന്നത്? അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ ഇറങ്ങും അമ്മച്ചി.
മോനെ തോമസൂട്ടി പോവല്ലേടാ മോനെ. അച്ചായ അവനെ വിളിക്ക അച്ചായ. തന്റെ സങ്കടങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് കർത്താവിലെ സന്തോഷത്താൽ തോമസ് കുട്ടി തന്റെ സ്വന്തം വീട് വിട്ടിറങ്ങി. താൻ ദൈവവചനം പഠിക്കുവാനായി ഒരു ബൈബിൾ കോളേജിൽ ചേർന്ന് മിടുക്കനായി പഠിച്ച് ലോകമറിയുന്ന ഒരു പ്രാസംഗികനായി തീർന്നു. തോമസ് കുട്ടി പിന്നീട് വിവാഹിതനായി തീർന്നു. എന്നാൽ ആ വിവാഹത്തിൽ തന്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരും തന്നെ സഹകരിച്ചില്ല. മാതാപിതാക്കന്മാരുടെ സ്നേഹനിമിത്തം തന്റെ അപ്പനെയും അമ്മയും ഒന്ന് കാണുവാൻ ആഗ്രഹിച്ച് ആ വീടിന്റെ വാതിക്കൽ പലവട്ടം തോമസ് കുട്ടി ചെല്ലുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും വർക്കിച്ചായൻ തോമസ് കുട്ടിയെ തന്റെ വീട്ടിനകത്തേക്ക് കയറ്റിയിട്ടില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. വർക്കിച്ചാനും മേരിയമ്മയ്ക്കും നന്നേ പ്രായം കൂടി. വാർദ്ധക്യം ശരിക്കും വർക്കിച്ചാനെ ഒരു രോഗിയാക്കി മാറ്റിക്കഴിഞ്ഞു. അമേരിക്കയിൽ നിന്ന് മക്കളുടെ പണമൊക്കെ എത്തിയിരുന്നു എങ്കിലും അവരാരും തന്നെ വർക്കിച്ചാനെ മേരിയമ്മയെ തിരിഞ്ഞു നോക്കിയില്ല. പണം മാത്രം പോരല്ലോ, ആള് വേണ്ടെടുത്ത് ആള് തന്നെ വേണ്ടേ? മേരിക്കുട്ടിയെ കുറച്ച് ചൂടുവെള്ളം ഇങ്ങെടുത്തേടി. ആ അച്ചായ, എനിക്കും തീരെ വയ്യ. മക്കളുണ്ടായിട്ട് എന്ത് പ്രയോജനം? വയസ്സാം കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ആളില്ല. 2 ദിവസമായി എനിക്ക് തീരെ മേല. ആ ഡോക്ടർ പറഞ്ഞതല്ലേ മരുന്നൊക്കെ കൃത്യമായി കഴിക്കണമെന്ന്. കഴിക്കുന്നൊക്കെ ഉണ്ടടി, എന്തോ ഒരു മേലായിക ഇങ്ങനെ കൂടി കൂടി വരുന്ന പോലെ. എന്നാ അച്ചായ പോയി കിടക്ക്, ഞാൻ ഡോക്ടറെ വിളിക്കാം. ആ എന്നാ വേഗം വിളിക്കടി, എനിക്ക് തീരെ വയ്യ. ആ ഹലോ, കൃഷ്ണകുമാർ ഡോക്ടർ അല്ലേ? ഒന്ന് വേഗം വരണേ, ഇത് മേരിയമ്മയാ, ആ വർക്കിച്ചായന്റെ. അച്ചായന് തീരെ മേല, ഒന്ന് വേഗം എത്തിയ ഉപകാരമായിരുന്നു. ശേഷം ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ തക്ക സമയത്ത് വന്നതുകൊണ്ട് അഡ്മിറ്റ് ആക്കാൻ പറ്റി. അല്ലായിരുന്നെങ്കിൽ മക്കള് 4 ഉണ്ടായിട്ട് എന്താ, വയസ്സാം കാലത്ത് ഒരു ഉപകാരവും ഇല്ലല്ലോ മേരി. ഇന്നലെ ഞാൻ 3 എണ്ണത്തിനെയും അമേരിക്കയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അപ്പൻ ആശുപത്രിയിലാടാന്ന്. ഇവിടെ ആരും സഹായത്തിനില്ല. അവരൊക്കെ എന്നതാ പറഞ്ഞെന്ന് അച്ഛൻ അറിയാമോ? കാശ് കൊടുത്താൽ ആളെ കിട്ടുമല്ലോ, എത്ര വേണമെങ്കിലും അയച്ചു തരാമെന്ന്. ഞാൻ നിങ്ങളെ നോക്കണോ അതോ നിങ്ങളെ നോക്കാൻ വേറെ ആളെ നോക്കണോ? അച്ചായ ഒന്ന് ഞാൻ പറയാം. അച്ചായൻ ഇറക്കി വിട്ട പഠിപ്പ് കുറഞ്ഞ നമ്മുടെ തല്ലുകൊള്ളിയായ തോമസ് കുട്ടി ഉണ്ടല്ലോ, എത്ര പ്രാവശ്യം അവൻ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് കെഞ്ചി അച്ചായ ഒന്ന് കാണാനായിട്ട്. കയറ്റിയോ? നിങ്ങൾ ആട്ടി ഓടിച്ചില്ലേ? പലവട്ടം വാതിൽ കൊട്ടി അടച്ചില്ലേ? അവൻ പെന്തിക്കോസിൽ പോയെന്ന് പറഞ്ഞ്. ആ അവനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസം ആയേനെ. നീ പറഞ്ഞത് ശരിയാ മേരി. ഞാൻ എൻ്റെ അന്തസ്സ് മാത്രമാ നോക്കി. എൻ്റെ ഇടവകക്കാരുടെ മുമ്പിൽ ഞാൻ മാനം കെടുവല്ലോ എന്നുള്ളത് ഒരു അഭിമാനം. ആരോഗ്യമുള്ളപ്പോൾ മാത്രമാടി അതിലൊക്കെ കാര്യമുള്ളൂ. ആരോഗ്യം ക്ഷയിച്ചപ്പോഴാ സ്നേഹത്തിന്റെ വില ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴെങ്കിലും അച്ചായന് മനസ്സിലായല്ലോ. എനിക്ക് അത് മതി അച്ചായ. എന്നാ നീ അവനെ ഒന്ന് വിളിച്ചേ. അമ്മച്ചി, അപ്പച്ചാ. തോമസ് കുട്ടി മോനെ, നീ ഇത് എപ്പോ വന്നടാ? അമ്മച്ചി, എൻ്റെ ഒരു സുഹൃത്താ കൃഷ്ണകുമാർ ഡോക്ടർ. അപ്പച്ചനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ കുറെ നേരമായിട്ട് പുറത്ത് നിൽക്കുമായിരുന്നു അമ്മച്ചി. അപ്പച്ചൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എൻ്റെ അപ്പച്ചൻ എന്നോടുള്ള ദേഷ്യം മാറിയെന്ന് കേട്ടപ്പോഴാ ഞാൻ അകത്തേക്ക് വന്നത്. അപ്പച്ച, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും എന്നല്ലേ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് അപ്പച്ച എന്നെ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം അപ്പച്ചനെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പച്ച മോനെ തോമസ് കുട്ടി, അപ്പനോട് ക്ഷമിക്കടാ. ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചിട്ടും ക്രിസ്തുവിന്റെ സ്നേഹം, അതിൻ്റെ ആഴം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോടാ. നീ എനിക്കത് കാണിച്ചു തന്നു. അപ്പനൊന്നും വരത്തില്ലടാ. എനിക്കിനിയും ജീവിക്കണം. മക്കളുടെ അമേരിക്കൻ പണം കൊണ്ടല്ല, നിന്റെയും കുടുംബത്തിൻ്റെയും സ്നേഹവും പരിചരണവും ഒക്കെ കൊണ്ട് എനിക്കിനിയും ജീവിക്കണം.
തോമസ് ഊട്ടിയുടെ ജീവിതത്തിലുണ്ടായ മാനസാന്തരവും യേശുക്രിസ്തുവിന്റെ സ്നേഹവും കഠിനഹൃദയനായ തന്റെ പിതാവിന്റെ മനസ്സ് മാറ്റാൻ ഇടയായി. തോമസ് ഊട്ടി ക്ഷമയോട് കാത്തിരുന്നുകൊണ്ട് തന്റെ അപ്പനെ സ്നേഹമെന്തെന്ന് പഠിപ്പിച്ചു. തോമസ് ഊട്ടിയുടെ വിശ്വാസ ജീവിതവും വിശുദ്ധിയുമെല്ലാം വർക്കിച്ചാനെയും മേരിയമ്മയും വളരെ സ്വാധീനിച്ചു. അതവരെ വീണ്ടും ജനനത്തിലേക്കും വിശ്വാസ സ്നാനത്തിലേക്കും നയിക്കുവാൻ ഇടയായിത്തീർന്നു. തുടർന്ന് തോമസ് ഊട്ടിയുടെ കൈക്കീഴാൽ വർക്കിച്ചാനും മേരിയമ്മയും വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നു. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ടതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഈ കാലത്തിലും യേശുക്രിസ്തുവിന്റെ വചനത്തെ പിൻപറ്റുന്ന യേശുവിന്റെ ശിഷ്യരിലൂടെ നാം ഏവരിലേക്കും എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആകയാൽ നമുക്ക് ആ സ്നേഹത്തിൽ ജീവിക്കാം.